പി വി അൻവർ എം.എൽ.എയുടെ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി കോടതി. റിപ്പോർട്ട് കിട്ടിയ ശേഷം വാദം കേൾക്കുമെന്ന് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, എന്തായാലും അതിൽ പോലീസ് അയാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പൊതുമുതൽ നശിപ്പിക്കൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള കാര്യം നമ്മൾ ആ സമയത്തടക്കം പോലീസ് കൊടുത്ത റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അൻവറിനെതിരെ നേരത്തെയുള്ള കേസുകളൊക്കെ കോടതിയിലേക്ക് സമർപ്പിക്കാൻ പോകുന്നു. പോലീസ് കടുപ്പിക്കില്ലേ സമീർ? ഹാഷ്മി, തീർച്ചയായും പോലീസിന് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം റിമാൻഡ് റിപ്പോർട്ടിലടക്കം പി വി അൻവറിന്റെ പഴയ കേസുകളെല്ലാം തന്നെ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി ഉയർത്തി കാണിച്ചവും പോലീസ് നിലവിൽ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുക. നിലവിൽ പി വി അൻവറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസിനോട് നിലവിൽ കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ പോലീസ് റിപ്പോർട്ട് നൽകിയ ഉടൻ തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പി വി അൻവറിന് വേണ്ടി അഡ്വക്കേറ്റ് സൈഫുള്ളയാണ് ഹാജരാകുന്നത്. പി വി അൻവറിന്റെ അഭിഭാഷകൻ പറയുന്നത് ഈ നിലവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 7 വർഷത്തിൽ താഴെ കുറ്റം ലഭിക്കുന്ന ഈ കേസാണെങ്കിൽ നോട്ടീസ് നൽകേണ്ടതുണ്ട്. അതൊന്നും ഉണ്ടാകാതുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നുള്ളതാണ് അഡ്വക്കേറ്റ് സൈഫുള്ളയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്. എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ തന്നെ നിലമ്പൂർ സ്റ്റേഷനിൽ ഉൾപ്പെടെ പി വി അൻവറിനെതിരെ കേസുകളുണ്ട്. ഈ കേസെല്ലാം തന്നെ ഉയർത്തി കാണിച്ചായിരിക്കും പോലീസ് ഈ ജാമ്യത്തെ എതിർക്കാൻ നടപടിയിലേക്ക് കടക്കും. അത് തന്നെയാണ് കീഴടക്കം. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ ഈ പറഞ്ഞ രാത്രി വീടുകളിൽ അറസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഈ പറഞ്ഞ പോയ കാലത്തെ ഭൂതകാലത്തെ ഇവരുടെ കേസൊക്കെ കൊണ്ട് കോടതിയിൽ വെക്കും ജാമ്യം നിഷേധിക്കാൻ. അപ്പോൾ പി വി അൻവറിന്റെ കാര്യത്തിൽ മറിച്ചൊരു നിലപാടാവാൻ അവൻ തരവില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് തന്നെ ജാമ്യം കിട്ടുമെന്നാണ് പക്ഷേ DMK-യുടെ പ്രതീക്ഷ.